ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു തറവാട്ടിൽ പോകുന്ന ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗൈസ് സൈനയുടെയും സൈമിൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാമെങ്കിൽ കമൻറ്റിലൊന്ന് പറയാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ 3 പേരും തലങ്ങും വിലങ്ങും ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 കസിൻസാണ് എനിക്കുള്ളത്. മാമൻ്റെ മക്കളാണ്. മാമനും ആൻറ്റിയും പിന്നെ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. എല്ലായിടത്തുനിന്നും ഫോട്ടോയും വീഡിയോ ആണ് ഗൈസ് മെയിൻ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തു. 2 കസിൻസാണ് എനിക്കുള്ളത്. ഒന്ന് ഉണ്ണി എന്നാണ് പേര്. ഉണ്ണി ഒരു നിക്ക് നെയിമാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഉണ്ണി എന്നാണ് അവനെ വിളിക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ എന്ന് പറയുന്ന ഒരു കസിനാണ്. 2 കസിൻസാണ് എനിക്ക് മെയിനായിട്ടുള്ളത് ഗൈസ്. അപ്പോൾ എൻ്റെ മാമനും ആൻറ്റിയും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അവർ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. കാറിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഭയങ്കര വൈബ് അടിച്ച് പോവുകയാണ് ഗൈസ്. ഞാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഭയങ്കര എൻജോയ് ചെയ്താണ് ഗൈസ് നമ്മളൊരിക്കൽ ഈ പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തറവാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന്. എന്നാലും പോലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയും അതേപോലെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിയാണ് ശരിക്കും എനിക്ക് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് തന്നത്. അപ്പോൾ എത്താറായിട്ടുണ്ട്. പിന്നെ തറവാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ് ഗൈസ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. നമ്മൾ എത്തുമ്പോഴത്തേക്കും ചെണ്ടക്കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ തറവാട്ടിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെയിൻ റൂമുകൾ പോലത്തെ ഉണ്ട് ഗൈസ്. അതിൽ ഒന്നിൽ പടിഞ്ഞാറ്റ് ചമ്മണ്ടി, ഒന്നിൽ വിഷ്ണുമൂർത്തിയാണ് ഗൈസ് അരങ്ങേറുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിഷ്ണുമൂർത്തിയാണ് ഫസ്റ്റ് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തറവാട്ടിൽ ഫസ്റ്റത്തെ തെയ്യം എന്ന് പറയുന്നത് വിഷ്ണുമൂർത്തി ആയിരുന്നു. അപ്പോൾ വിഷ്ണുമൂർത്തി ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പരിപാടി, തിരുവാതിര, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറച്ചേ ട്രാവൽ ചെയ്യാനുള്ളൂ എങ്കിലും നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ നൈറ്റ്. അപ്പോൾ പിന്നെ ഇന്നാണ് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വിഷ്ണുമൂർത്തി അത്യാവശ്യം കഴിയുമ്പോഴാണ് നമ്മുടെ പടിഞ്ഞാറ്റ് ചാമുണ്ഡി എന്ന് പറയുന്ന ഒരു തെയ്യം അവതരിപ്പിക്കുന്നത്, അരങ്ങേറുന്നത്. അപ്പോൾ വിഷ്ണുമൂർത്തി